ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഇന്നൊരു ചുരിദാർ കൊണ്ട് ഒരു ടോപ്പാണ് കേട്ടോ. ഇത് അമ്മയുടെ ചുരിദാറാണ് കേട്ടോ. നമ്മളിതൊന്ന് അഴിച്ച് പണിയാണ്. അങ്ങനെ നമ്മൾ ചെറിയ ടോപ്പാണ് കേട്ടോ, പാവാടൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ടോപ്പ്. അപ്പോൾ വീനക്കാണ് കേട്ടോ ഇത് വരുന്നത്. എൻ്റെ അളവിൽ മുറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിൽ റൗണ്ട് കഴുത്താണ്. അപ്പോൾ നല്ല അടിപൊളി തുണിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ താഴെയെല്ലാം നല്ല വർക്ക് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ വീനക്ക് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാക്ക് കഴുത്ത് കൊടുക്കുന്നത് റൗണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പഫ് കൈയാണ് കേട്ടോ, ചെറിയൊരു പഫ് കൈ, അത്രയേ തുണിയുള്ളൂ. ഞാൻ ഒപ്പിച്ചെടുത്തതാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് നമ്മൾ ലൈനിങ് ആയിട്ട് വെക്കുന്നത് ഓറഞ്ച് കളറാണ് കേട്ടോ. പക്ഷേ കുഴപ്പമൊന്നുമില്ല, ഞാൻ വെച്ചൊക്കേരം കാണാനൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ അതാണ് എടുത്തത്. അപ്പോൾ അതിനായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീനക്കും കൂടി അടിച്ചു കൊടുത്ത് ഒന്ന് പതിച്ചടിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ മേലോട്ട് തന്നെ അടിച്ചു കൊടുത്ത് നമ്മൾ തിരിച്ചിടുന്നതാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാക്ക് കഴുത്ത് നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീനക്ക് അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് മടക്കി അടിക്കുന്നുണ്ട്, ലൈനിങ് രണ്ട് ഭാഗത്തും. പിന്നെ മോശം വശം വെച്ചിട്ട് നമ്മൾ മടക്കി അടിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിലത്തെ കഴുത്തിതാ അടിച്ച് വരുന്നേ ഉള്ളൂ. അതും അതുപോലെ തന്നെ പതിച്ചടിച്ചിട്ട് പിന്നെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടിച്ചിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ പഫ് കൈയുണ്ട്. അപ്പോൾ ഇത് ജോയിൻ്റ് രണ്ടും ഷോൾഡർ രണ്ടും ജോയിൻ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വീനക്ക് ഞാൻ അടിച്ചിട്ടില്ലായിരുന്നു. പിന്നെ എനിക്കില്ല വീനക്ക്. അപ്പോൾ ഒരു ആഗ്രഹം വീനക്ക് വേണമെന്ന്, അങ്ങനെ ഇത് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. രസം ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. അങ്ങനെ നമ്മൾ ഷോൾഡർ ജോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഫ് കൈൻ്റെ പിന്നെ ഇത് പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇട്ട് കൊടുക്കുന്നതാണ് നമ്മൾ, ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അത് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇവിടെ നിന്ന് തുടങ്ങിയിട്ടാണ് നമ്മൾ പഫ് കൈൻ്റെ ഇതിട്ട് കൊടുക്കുക എന്നുള്ളത്. എന്നിട്ട് രണ്ട് താഴ്ചയിലും പിന്നെ മടക്കി അടിച്ചു കൊടുക്കുക. എനിക്ക് ഈ കളറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ലൈറ്റ് റോസ് കളറ്. അങ്ങനെ നമ്മൾ അതും കൂടി അടിച്ചു കൊടുത്തിട്ട് പിന്നെ ഇതിൻ്റെ മേലെ ഷോൾഡറിൻ്റെ മേലെ നമ്മൾ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ജോയിൻ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് രണ്ട് സൈഡും കൂടി നമുക്ക് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഷേപ്പിൽ അടിച്ച് വരുന്നുണ്ട്. ആദ്യം ഒരു അടി കൊടുത്തതിന് ശേഷം പിന്നെ രണ്ടാമത് എൻ്റെ ഷേപ്പിൽ ഒന്ന് ഇട്ട് നോക്കി. ഞാൻ കുറച്ച് കൂടുതലാണ് കേട്ടോ തുണിയെടുത്തത്. അങ്ങനെ നമ്മൾ ഷേപ്പാക്കി ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ താഴത്തെ ഭാഗം അടിക്കേണ്ട ആവശ്യമില്ല, എന്ന് വെച്ചാൽ വർക്ക് വരുന്നതുകൊണ്ട് തന്നെ മടക്കി അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇത് ജോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടോപ്പ് ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിനൊരു ചെറിയൊരു പൂ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്ക്വയർ ടൈപ്പിലുള്ള ഒരു കഷ്ണം തുണി എടുത്തിട്ട് 4 ഇഞ്ചാണ് കേട്ടോ നീളം വീതി എടുക്കുന്നത്, 4 ഇഞ്ചാണ് എടുക്കുന്നത്. എന്നിട്ട് നമ്മളതൊന്ന് രണ്ടാക്കി മടക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല വൃത്തത്തിൽ കിട്ടുന്നതാണ്. എന്നിട്ട് നമ്മൾ ഒരു വശം മാത്രം പിടിച്ചിട്ട് ചെറുങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല വശം ഒന്ന് തിരിച്ചിടുക കേട്ടോ. ഇതിപ്പോൾ മോശം വശമല്ലേ ഉള്ളത്. അങ്ങനെ നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ഇസ്തിരി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, നല്ലതിൽ തന്നെ കിട്ടും. എന്നിട്ടൊരു സൂചി നൂല് കോർത്തിട്ട് നമ്മൾ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലോട്ട് ഒന്ന് തുന്നി കൊടുക്കുക. ആ തുന്നി കൊടുത്തതിന് ശേഷം നമ്മൾ താഴത്തെ നൂല് പിടിച്ചിട്ട് രണ്ട് ഭാഗത്തു നിന്ന് ഒന്ന് അടുപ്പിച്ച് ഒന്ന് കെട്ടിക്കൊടുക്കുക നടുവിലോട്ട്. അപ്പോൾ നല്ല കുറച്ച് ഷേപ്പിൽ വരും കേട്ടോ.
അപ്പോൾ നമ്മൾ അതിനൊരു കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സൂചി കൊണ്ട് അവിടെ നിന്ന് തുന്നി ചേർത്തെടുത്തു കേട്ടോ. അപ്പോൾ നമ്മളെ ഫൈനൽ ലുക്കാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നല്ല കളറാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ലൈറ്റ് റോസ് കളറ്. അപ്പോൾ പൂ വെച്ച് കൊടുത്തതിന് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്.